friends, once again welcome back to Nandus Kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഫ്രൈഡ് കസ്റ്റർഡ് പുഡിംഗ് ആണ്. കസ്റ്റർഡ് പുഡിംഗ് ഫ്രൈ ചെയ്ത് ഒരു സ്നാക്കായി ചില വലിയ ഹോട്ടലുകളിൽ സെർവ് ചെയ്യാറുണ്ട്. അതിവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിൽ ഒരു മുട്ടയെടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 300 ml പാലൊഴിച്ച് അതിനുശേഷം 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം വേണം ഇത് അടുപ്പിലേക്ക് മാറ്റുവാൻ. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം തിളക്കുന്നതിനനുസരിച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇത് കുറുകി വരുമ്പോൾ ഒരു സ്ലൈസ് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് വാങ്ങാം. ഒരു ട്രേ നെയ്യ് തടവി എടുക്കുക. കസ്റ്റർഡ് മിശ്രിതം ചൂടോടുകൂടി തന്നെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തണുത്ത ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആകുന്നതിനായി വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് വളരെ വേഗത്തിൽ ഇളകി കിട്ടും. ഇനി ഇത് ചെറിയ ചതുരങ്ങളായി മുറിച്ചെടുക്കുകയാണ്. ഒരു ഫ്രൈയിങ് പാനിൽ ഒരു പീസ് ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്യുക. ഇപ്പോൾ തയ്യാറാക്കിയ കസ്റ്റർഡ് പുഡിംഗ് പീസുകൾ ഇതിലിട്ട് ഫ്രൈ ചെയ്യുക. തീ ഒരു മീഡിയത്തിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക. രണ്ട് വശവും മറിച്ചിട്ട് വളരെ വേഗത്തിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ ഫ്രൈ ചെയ്ത കസ്റ്റർഡ് പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. അതിഥികൾക്ക് പുതിയൊരു ഐറ്റം വിളമ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching the video.